അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു സിംപ്ലി യു ക്യാൻ. അപ്പോൾ ഇന്നൊരു ബോട്ടിലായിട്ടാണ് കേട്ടോ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനു മുന്നേ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ ബോട്ടിലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഒട്ടിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ഡെക്കോപ്പേജ് ടിഷ്യൂ ആണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഫ്ലവേഴ്സിൻ്റെ ഒരു പിക്ചർ വരുന്നതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ആർക്കെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കാനാണെങ്കിൽ അവരുടെ പിക്ചർ പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇതിൽ ഒട്ടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ സീനറി ഒക്കെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ളത് അതിനനുസരിച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഈ ഫ്ലവേഴ്സ് ഓരോന്നും ആ ടിഷ്യൂന്ന് ചെറിയ പീസായിട്ട് പിച്ചിയെടുക്കുന്നുണ്ട്. കട്ട് ചെയ്യേണ്ട, അതിനേക്കാളും നല്ലതായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ കീറിയെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഓരോ ഫ്ലവേഴ്സും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ആ ഫ്ലവർ വരുന്ന ഭാഗം മാത്രം കീറിയെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഗ്ലൂ എടുത്തിട്ടുണ്ട്, എന്നിട്ട് അത് കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗ്ലൂവും വാട്ടറും കൂടെ 2:1 റേഷ്യോയിലാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് മോഡ് പോഡ്ജ് ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ ആ ഗ്ലൂ ആ ബോട്ടിലിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പിക്ചർ വെക്കുന്നത് നല്ല ഭാഗം ബോട്ടിൽക്കായിട്ടാണ് കേട്ടോ. നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തില്ല, ആ ഭാഗത്തേക്കായിട്ടാണ് നമ്മൾ പിക്ചറിൻ്റെ നല്ല ഭാഗം വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ മുകളിലും ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് മാക്സിമം ബബിൾസ് ഒന്നും വരാത്ത രീതിയിൽ ഒട്ടിച്ചെടുക്കാൻ നോക്കുക കേട്ടോ. നോർമലി നമ്മൾ ഒരു പിക്ചർ എങ്ങനെയാണ് ഒട്ടിക്കുന്നത് അതുപോലെയാണ് ഡെക്കോപ്പേജ് ടിഷ്യൂ ഒട്ടിക്കൽ. പക്ഷേ ഇവിടെ നമ്മൾ റിവേഴ്സ് ഡെക്കോപ്പേജ് ആർട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇനി ആ പിക്ചർ നന്നായിട്ട് തന്നെ ഡ്രൈ ആയതിന് ശേഷം ബോട്ടിലിൽ വൈറ്റ് അക്രിലിക് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏത് ഭാഗത്താണോ പിക്ചർ ഒട്ടിച്ചിട്ടുള്ളത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന ഭാഗം മാത്രം നമ്മൾ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കില്ല. ബാക്കിയുള്ള ഭാഗം മുഴുവനും നമ്മൾ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കും. ആ പിക്ചറിൻ്റെ മുകളിലും ഒക്കെ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിക്ചർ നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രം നിങ്ങൾ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ബോട്ടിലിൽ മുഴുവനായിട്ട് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും ആ ഫ്രണ്ട് ഭാഗം മാത്രം ഒഴിവാക്കി ബാക്കി എല്ലായിടവും പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് പിക്ചറും കൂടെ ഞാൻ ആ ടിഷ്യൂന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓരോ ഭാഗത്തായിട്ട് ഇതുപോലെ പിക്ചർ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഒട്ടിക്കുന്നത് നേരത്തെ നമ്മൾ ഒട്ടിച്ചതിൻ്റെ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് തന്നെയാണ് കേട്ടോ. പക്ഷേ നമ്മൾ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് നന്നായിട്ട് തന്നെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓരോ ഭാഗത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഈ പിക്ചർ അതിൽ ഒട്ടിച്ചെടുക്കാം. പിന്നെ നമ്മൾ ഇതിൻ്റെ മുന്നേ കുറേ ബോട്ടിലാട്ടുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഡെക്കോപ്പേജ് ടിഷ്യൂ വെച്ചിട്ട്. അപ്പോൾ അതിലൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഡെക്കോപ്പേജ് ടിഷ്യൂ ഒട്ടിക്കുക, അതുപോലെ അത് ഒട്ടിക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ ഞാൻ ആ വീഡിയോയിലൊക്കെ പോയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ പോയിട്ട് നോക്കിയാൽ മതി കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ചെറിയ ഫ്ലവേഴ്സ് കട്ട് ചെയ്തെടുത്തിട്ട് ബോട്ടിലിൻ്റെ പല സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒട്ടിച്ച് നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒട്ടിച്ചിട്ടുള്ള പിക്ചർ അല്ലാതെ വരുന്ന ഭാഗങ്ങളൊക്കെ വൈറ്റ് അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് തന്നെ ഒന്നുകൂടെ പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ബോട്ടിൽ നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഡാർക്ക് ഗ്രീൻ വെച്ചിട്ട് അതിലുള്ള സ്റ്റെമ്മുകളും ലീവ്സുകളൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ലീവ്സുകളൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതാ ലീവ്സൊക്കെ അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഇയർബഡ്സ് വെച്ച് നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള ആ ഭാഗത്ത് ഒരു ഫ്രെയിം പോലെ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇയർബഡ്സ് വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ബീഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ചെറിയ ലേസ് ഒക്കെ ഉണ്ടല്ലോ തിന്നായിട്ട് വരുന്ന ഡ്രസ്സിലൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്ന അതുപോലത്തെ ലേസ് ഒട്ടിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോഴും നല്ല ഭംഗിയുണ്ടാവും. ഗിഫ്റ്റൊക്കെ കൊടുക്കാനുള്ളതാണെങ്കിൽ നിങ്ങൾ ബീഡ്സോ ലേസോ ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നതാവും കേട്ടോ ഒന്നുകൂടെ നല്ലത്. ഇനി ഡാർക്ക് പിങ്ക് കളറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതും വൈറ്റും കൂടെ മിക്സ് ചെയ്ത് ബോട്ടിലിൽ മുഴുവനായിട്ട് ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആ പിങ്ക് കളർ വെച്ചിട്ട് തന്നെ അതിലുള്ള ഫ്ലവേഴ്സിൻ്റെ ഓരോ പെറ്റൽസും ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കാനാണെങ്കിൽ അവർ പിക്ചർ പ്രിൻ്റ് എടുത്തിട്ട് ആദ്യം അത് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ പെയിൻ്റൊക്കെ ചെയ്ത് അതിൻ്റെ മുകളിൽ നമുക്ക് ഹാപ്പി ബർത്ത്ഡേ അല്ലെങ്കിൽ ഹാപ്പി ആനിവേഴ്സറി എന്നൊക്കെ എഴുതിയിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഗ്ലാസിൻ്റെ അകത്ത് കൂടെ ആ പിക്ചർ ഇങ്ങനെ കാണാൻ പറ്റും. എന്നിട്ട് അതിലൊരു LED ലൈറ്റൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. അപ്പോൾ അങ്ങനെ വേണ്ടവർ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ബർത്ത്ഡേക്കും ആനിവേഴ്സറിക്കൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐഡിയയും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാ ഫ്ലവേഴ്സിൻ്റെ പെറ്റലും ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോട്ടിലിൻ്റെ നെക്കിൽ ആ പിങ്ക് കളർ തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ പ്ലെയിൻ ഗ്ലാസ് ആയിട്ട് വരുന്ന ഭാഗം ഞാൻ ആൽക്കഹോൾ സ്വാബ് വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ചെറിയ പെയിൻറ്റിൻ്റെ ഡ്രോപ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ക്ലീൻ ചെയ്ത് കൊടുത്താലേ നമുക്ക് അകത്തുള്ള പിക്ചർ നല്ല നീറ്റായിട്ട് കാണുള്ളൂ കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തന്നെ ഡ്രൈ ആയതിന് ശേഷം ഒരു 2 കോട്ട് വാനിഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡെക്കോപ്പേജ് ടിഷ്യൂ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പിക്ചർ പേപ്പറിൽ പ്രിൻ്റ് എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ഒട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴും നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് കണ്ട് പിക്ചേഴ്സൊക്കെ എനിക്ക് വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തന്നാൽ മതി കേട്ടോ. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക് യു.